الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلن تجد له وليا مرشدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد ألا إن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أيها الناس أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قد نرى تقلب وجهك في السماء فلنولينك قبلة ترضاها فول وجهك شطر المسجد الحرام وحيثما كنتم فولوا وجوهكم شطره وإن الذين أوتوا الكتاب ليعلمون أنه الحق من ربهم وما الله بغافل عما يعملون ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ട് അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും അനന്തരം നിങ്ങളോടും ഉപദേശിക്കുകയാണ്. എല്ലാവരോടുമായി തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, ശഅബാൻ മാസവുമായി ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ ആഴ്ച നാം വിശദീകരിച്ചിരുന്നത്. ശഅബാനിലൂടെയാണല്ലോ നാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ മാസത്തിൻ്റെ ചരിത്രപരമായ സവിശേഷതകൾ വിശദീകരിക്കാനാണ് ഇന്നത്തെ ഖുത്ബ പ്രയോജനപ്പെടുത്തുന്നത്. അറബി അതല്ലെങ്കിൽ ഹിജ്റ വർഷം നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ അതിലെ ഓരോ മാസങ്ങളും, എല്ലാ മാസങ്ങൾക്കുമല്ല പക്ഷെ മിക്ക മാസങ്ങൾക്കും വലിയ ചരിത്രപരമായ പ്രത്യേകതകൾ പറയാനുണ്ട് എന്നുള്ളതാണ്. എന്നാൽ ശഅബാന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഖിബല മാറ്റത്തിൻ്റെ ചരിത്രമാണ്. ഖിബല മാറ്റത്തിൻ്റെ ചരിത്രമാണ് ശഅബാന് പറയാനുള്ളത്. അതേസമയം റജബ് മാസത്തിലാണ് ഖിബല മാറ്റം സംഭവിച്ചത് എന്ന രീതിയിലുള്ള അഭിപ്രായങ്ങൾ പണ്ഡിതന്മാരിൽ നിന്നും ചരിത്രകാരന്മാരിൽ നിന്നും ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. മുഹറമിലാണെന്ന് പറഞ്ഞവരുമുണ്ട്. പക്ഷേ ഖിബല മാറ്റം ഹിജ്റ 2-ാം വർഷം ശഅബാൻ 15-നായിരുന്നു സംഭവിച്ചത് എന്നുള്ളത് പൊതുവെയുള്ള ഒരഭിപ്രായമാണ്. മുഖ്യധാരയിൽ ഇടം തേടിയ ഒരഭിപ്രായം കൂടിയാണ്. ശഅബാൻ 15-നാണ് ഖിബല മാറ്റം സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത്. ആ വീക്ഷണത്തെ മുൻനിർത്തി ഖിബല മാറ്റം എന്ന ചരിത്ര യാഥാർത്ഥ്യത്തിൽ നിന്നുള്ള സാമൂഹികവും സമകാലികവുമായ പാഠങ്ങളെ വിശദീകരിക്കാനാണ് ഇന്നത്തെ ഖുത്ബ പ്രയോജനപ്പെടുത്തുന്നത്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, വലിയ പാഠങ്ങൾ ഖിബല മാറ്റത്തിനുണ്ട് എന്നുള്ളതാണ്. നമസ്കാരത്തിൻ്റെ ദിശ മാറുക മാത്രമായിരുന്നില്ല, മറിച്ച് അതിനൊരുപാട് മതപരവും ചരിത്രപരവും സാമൂഹികവുമായ പാഠങ്ങളുണ്ട് ഖിബല മാറ്റത്തിന്. ആ അർത്ഥത്തിൽ നമ്മൾ ഖിബല മാറ്റത്തെ വിലയിരുത്തുവാനും പഠിക്കുവാനും സന്നദ്ധരാവണം. അതിന് നമുക്ക് സാധ്യമാവണം എന്നുള്ളതാണ്. നമുക്കറിയാവുന്നത് പോലെ ഹിജ്റയ്ക്ക് മുമ്പും മദീനയിൽ ആദ്യകാലത്തും നമസ്കാരത്തിലെ ഖിബല ബൈത്തുൽ മഖ്ദിസ് ആയിരുന്നു. ഹിജ്റയ്ക്ക് മുമ്പും അതുപോലെ തന്നെ മദീനയിൽ ആദ്യകാലത്തും വിശ്വാസികളുടെ നമസ്കാരത്തിലെ ദിശ എന്ന് പറയുന്നത് ബൈത്തുൽ മഖ്ദിസ് ആയിരുന്നു. മക്കയിലായിരുന്നപ്പോൾ
കഅബ മുന്നിൽ വരുന്ന വിധം ബൈത്തുൽ മഖ്ദിസിലേക്ക് തിരിഞ്ഞുകൊണ്ടായിരുന്നു വിശ്വാസികൾ നമസ്കരിച്ചിരുന്നത്. എന്നാൽ കഅബ ഖിബലയാവുക എന്നുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അദമ്യമായ ഉത്കടമായ ഒരാഗ്രഹമായിരുന്നു. ആ ആഗ്രഹത്തെ മുൻനിർത്തിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് ധാരാളമായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. തന്റെ ആദർശ പിതാവായ ഇബ്രാഹിം അലൈഹിസ്സലാം അബ്രഹാം പ്രവാചകൻ പടുത്തുയർത്തിയ കഅബാലയം ഇസ്ലാമിക ഉമ്മത്തിന്റെ എന്നേക്കുമുള്ള ഖിബലയാക്കി പടച്ചതമ്പുരാൻ നിശ്ചയിച്ചു തരുന്നതിന് വേണ്ടി ദീർഘകാലം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിട്ടുണ്ട്. ദീർഘകാലം മസ്ജിദുൽ അഖ്സ ഖിബലയായിരിക്കുമ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന മസ്ജിദുൽ ഹറാം കഅബയെ ഖിബലയാക്കി പടച്ചതമ്പുരാനെ നീ നിശ്ചയിച്ചു തരയണമേ എന്നുള്ളതാണ്. ആ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു തആല ഉത്തരം നൽകി. ആ ഉത്തരം നൽകിയ വിശുദ്ധ ഖുർആനിലെ വചനങ്ങളാണ് തുടക്കത്തിൽ നാം ഓതിവെച്ചത്. വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായമായ സൂറത്തുൽ ബഖറയിലെ 144-ാം വചനത്തിൽ അല്ലാഹു പറയാൻ, ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമാ, നിശ്ചയം പ്രവാചകരെ താങ്കൾ ഇങ്ങനെ ആകാശത്തേക്ക് കണ്ണും നട്ടിരിക്കുന്നത് നിശ്ചയം നാം കാണുന്നുണ്ട്. പ്രാർത്ഥനയോടുകൂടി താങ്കൾ ഇരിക്കുന്നത് നാം കാണുന്നുണ്ട്. അതുകൊണ്ട് അങ്ങയുടെ ലക്ഷ്യം, അങ്ങയുടെ ഉദ്ദേശം എന്ത് കാര്യത്തിന് വേണ്ടിയായിരുന്നു അങ്ങ് പ്രാർത്ഥിച്ചിരുന്നത്, ആ പ്രാർത്ഥന ഇവിടെ സഫലീകൃതമായിരിക്കുകയാണ്. ഫലനുവല്ലിയന്നക ഖിബലതൻ തർദാഹാ, അങ്ങ് തൃപ്തിപ്പെട്ട ദിശയിലേക്ക് നിശ്ചയം നാം താങ്കളെ തിരിക്കുന്നതാണ്. ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം, അതുകൊണ്ട് നിങ്ങളുടെ മുഖത്തെ മസ്ജിദുൽ ഹറാമിന്റെ ദിശയിലേക്ക് തിരിക്കേണ്ടതുണ്ട്. വഹൈസുമാ കുൻതും ഫവല്ലു വുജൂഹകും ശത്റഹ്, നിങ്ങൾ എവിടെയാണെങ്കിലും വഹൈസുമാ കുൻതും ഫവല്ലു വുജൂഹകും ശത്റഹ്, നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങളുടെ മുഖത്തെ നിങ്ങൾ മസ്ജിദുൽ ഹറാമിന്റെ ഭാഗത്തേക്ക് തിരിക്കേണ്ടതുണ്ട്. വഇന്നല്ലദീന ഊത്തുൽ കിതാബ ലയഅലമൂന അന്നഹുൽ ഹഖ്ഖു മിർ റബ്ബിഹിം, നിശ്ചയം വേദം നൽകപ്പെട്ട ആളുകൾക്ക് നല്ലതുപോലെ അറിയാം ഈ ഖിബലയും അതുപോലെ ഈ ഖുർആനും എല്ലാം അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് നൽകപ്പെട്ടതാണ്. അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് നൽകപ്പെട്ടതാണ്. അത് യാഥാർത്ഥ്യമാണ്, നിശ്ചയം അത് യാഥാർത്ഥ്യമാണ് എന്നത് വേദം നൽകപ്പെട്ട ആളുകൾക്ക് നല്ലതുപോലെ അറിയാം. അങ്ങ് നേരത്തെ ഒരു ഖിബല സ്വീകരിച്ചിരുന്നപ്പോഴും ഇനി ഒരുപക്ഷെ ഈ ഖിബലക്ക് ശേഷം മറ്റൊരു ഖിബല, അതല്ലെങ്കിൽ മസ്ജിദുൽ അഖ്സയ്ക്ക് ശേഷം ഇപ്പറയുന്ന മസ്ജിദുൽ ഹറാം സ്വീകരിക്കുമ്പോഴും വിമർശനങ്ങൾ ധാരാളം ഉന്നയിക്കും. പക്ഷേ വിമർശകർക്ക് തന്നെയും അറിയാം അന്നഹുൽ ഹഖ്ഖു മിർ റബ്ബിഹിം, നിശ്ചയം താങ്കളുടെ നിലപാടാണ് സത്യമെന്ന്, താങ്കളുടെ നിലപാട് രക്ഷിതാവിങ്കൽ നിന്ന് അള്ളാഹുവിങ്കൽ നിന്നുള്ളതാണെന്ന് നല്ലതുപോലെ അറിയാം. അതുകൊണ്ട് അവരുടെ വിമർശനങ്ങളിലൊന്നും നിങ്ങൾ വീണുപോകരുത്. വവല്ലാഹു ബിഗാഫിലിൻ അമ്മാ യഅമലൂൻ, അവര് പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ചെല്ലാം അള്ളാഹുവിനെ നല്ലതുപോലെ അറിയാം. അള്ളാഹു ഒരിക്കലും അശ്രദ്ധവാനല്ല തന്നെ അവര് പ്രവർത്തിക്കുന്ന ഒരു കാര്യത്തെ സംബന്ധിച്ചും. സഹോദരങ്ങളെ, ഖിബല മാറ്റിക്കൊണ്ട് ഖുർആൻ ഇറങ്ങിയ, അതല്ലെങ്കിൽ ഖുർആനിൽ ഇറങ്ങിയ വചനമാണ് നാം മേൽ ഉദ്ധരിച്ചത്. ഈ ഒരു ചരിത്രത്തെ മുൻനിർത്തിക്കൊണ്ട് 2 കാര്യങ്ങളാണ് സൂചിപ്പിക്കാനുള്ളത്. ഒന്ന്, എന്തിനാണ് കുറെ കാലം മസ്ജിദുൽ അഖ്സയിലേക്ക് ബൈത്തുൽ മഖ്ദിസിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കാൻ വിശ്വാസികളോട് അള്ളാഹു കൽപ്പിച്ചത്? പിന്നീട് എന്തിനാണ് മസ്ജിദുൽ അഖ്സയിൽ നിന്ന് വീണ്ടും കഅബയിലേക്ക് തന്നെ തിരിയാൻ കൽപ്പിച്ചത്? അതിലെല്ലാം തന്നെ കൃത്യമായ പാഠങ്ങളുണ്ട്, അതിലെല്ലാം തന്നെ കൃത്യമായ മുന്നറിയിപ്പുകളുണ്ട്. വിശ്വാസികൾ അത് നല്ലതുപോലെ മനസ്സിലാക്കണം. അതാണ് ഖിബലമാറ്റത്തിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് ആ ചരിത്രമിറങ്ങുന്ന ഈ ദിനരാത്രങ്ങളിൽ, അതല്ലെങ്കിൽ ശഅബാൻ പകുതിയിൽ നാം ആ പാഠങ്ങൾ വിശദീകരിക്കുന്നത്. നല്ലതുപോലെ വിശ്വാസി സമൂഹം സമകാലികവും സാമൂഹികവുമായ ആ പാഠങ്ങളെ സംബന്ധിച്ച് കൃത്യമായി അറിഞ്ഞിരിക്കണം. അതിലെ ഒന്നാമത്തെ പാഠം മസ്ജിദുൽ അഖ്സയുടെ പ്രാധാന്യം വിശ്വാസികൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. അതിനാണ് കുറെ കാലം മസ്ജിദുൽ അഖ്സയിലേക്ക് തിരിഞ്ഞ് നമസ്കരിക്കാൻ പറഞ്ഞത്. മസ്ജിദുൽ അഖ്സയുടെ പ്രാധാന്യം വിശ്വാസികൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. ഒരുപാട് പ്രവാചകന്മാരുടെ നിയോഗം കൊണ്ട് അനുഗ്രഹീതമായ ഫലസ്തീനയും
ആ മണ്ണിൽ നെഞ്ചുയർത്തി നിൽക്കുന്ന ബൈത്തുൽ മഖ്ദിസിനെയും ആദരിക്കാനും ബഹുമാനിക്കാനും വിശ്വാസികൾക്ക് സാധിക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ പാഠമെന്ന് പറയുന്നത്. അതാണ് മസ്ജിദുൽ അഖ്സയെ ആദ്യം ഖിബലയാക്കി നിശ്ചയിച്ചതിലെ ഒന്നാമത്തെ പാഠം. വേണമെങ്കിൽ അല്ലാഹു തആലക്ക് ആദ്യം തന്നെ ഖിബലയാക്കി ഇങ്ങനെ ഒരു മസ്ജിദുൽ അഖ്സയിലേക്ക് പോവാതെ ഈ കഅബ തന്നെ ഖിബലയാക്കി സുസ്ഥിരമാക്കി നേരത്തെ തന്നെ തീരുമാനിക്കാമായിരുന്നു. പക്ഷേ കുറെ കാലം മസ്ജിദുൽ അഖ്സയെ ഖിബലയാക്കി അല്ലാഹു തആല നിശ്ചയിച്ചു. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാ നഹ്വ ബൈത്തുൽ മഖ്ദിസ് 16 ഔ 17 ശഹ്റാ. 16 മാസം അതല്ലെങ്കിൽ 17 മാസത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബൈത്തുൽ മഖ്ദിസിന് നേരെ തിരിഞ്ഞ് നിസ്കരിച്ചു. എന്തിന്? ബൈത്തുൽ മഖ്ദിസിന്റെ പ്രാധാന്യം വിശ്വാസികൾ തിരിച്ചറിയുക. ബൈത്തുൽ മഖ്ദിസിനെ ആദരിക്കുന്നവരും ബഹുമാനിക്കുന്നവരുമായി വിശ്വാസികൾ എന്നെന്നും നിലനിൽക്കേണ്ടതുണ്ട്. ആ ബൈത്തുൽ മഖ്ദിസിന്റെ വിമോചനത്തിന് വേണ്ടി പ്രയത്നിക്കുന്നവരായി എക്കാലത്തെയും വിശ്വാസികൾ മാറേണ്ടതുണ്ട്. അതാണ് ഒന്നാമത്തെ പാഠമെന്ന് പറയുന്നത്. പ്രവാചകന്മാരെ മുഴുവനും ഏകോദര സഹോദരന്മാരാണ്. അതുകൊണ്ട് പ്രവാചകന്മാരെ പ്രതിനിധീകരിക്കുന്ന സമുദായങ്ങളും ഏകോദര സഹോദരന്മാരെ പോലെ ജീവിക്കണം. ഇതാണ് മസ്ജിദുൽ അഖ്സയിലേക്ക് ദീർഘകാലം തിരിഞ്ഞ് നിസ്കരിക്കാൻ നിർദ്ദേശിച്ചതിന്റെ രണ്ടാമത്തെ യുക്തി എന്ന് പറയുന്നത്. പ്രവാചകന്മാരുടെ ജനതകൾ, സമുദായങ്ങൾ അവർ ഏകോദര സഹോദരങ്ങളെ പോലെ ഇവിടെ ജീവിക്കണം. ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റുസുലിഹി. ഇതാണ് ഖുർആന്റെ ആഹ്വാനം. ദൂതന്മാരിൽ ഒരാളോടും നമുക്ക് വിവേചനമില്ല. അൽ അംബിയാഉ ഇഖ്വത്തുൻ ലിഇല്ലാത്ത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പ്രവാചകന്മാരെന്ന് പറയുന്നത് സഹോദരന്മാരാണ്, വാപ്പയൊത്ത സഹോദരന്മാരാണ്. ഉമ്മഹാത്തുഹും ശത്താ വദീനുഹും വാഹിദ്. അവരുടെ മാതാക്കൾ വിവിധ മാതാക്കളാണ്, പക്ഷേ അവരുടെ ദീൻ ഒന്നാണ്. എല്ലാ പ്രവാചകന്മാരുടെയും ദീൻ ഒന്നാണ്. അവരുടെ മാതാക്കൾ എന്ന് പറഞ്ഞാൽ ശരീഅത്ത് വ്യത്യസ്തമാണെങ്കിലും എല്ലാവരുടെയും ദീൻ ഒന്നാണ്. പ്രവാചകന്മാരെല്ലാം ഏകോദര സഹോദരന്മാരാണ്. ആ പ്രവാചകന്മാരുടെ സമുദായങ്ങളും ഏകോദര സഹോദരങ്ങളായി തന്നെ ഈ ലോകത്ത് ജീവിക്കണം എന്ന പാഠമാണ് മസ്ജിദുൽ അഖ്സയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കാൻ പറഞ്ഞതിലൂടെ നൽകപ്പെടുന്നത്. സഹോദരങ്ങളെ, ഫലസ്തീൻ എന്ന് പറഞ്ഞാൽ പ്രവാചകന്മാരുടെ ചരിത്രമുറങ്ങുന്ന മണ്ണാണ്. ആ മണ്ണിൽ നെഞ്ചുയർത്തി നിൽക്കുന്ന മസ്ജിദുൽ അഖ്സയിലേക്ക് വിശ്വാസികൾ ദീർഘകാലം തിരിഞ്ഞ് നിസ്കരിച്ചു എന്ന് പറഞ്ഞാൽ മുൻകഴിഞ്ഞ പ്രവാചകന്മാരെ ഇസ്ലാം അത്രത്തോളം ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു എന്നതാണ് അതിന്റെ മറ്റൊരു ഭാഷ്യം എന്ന് പറയുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾ മുഹമ്മദ് നബിയിൽ വിശ്വസിക്കുന്നവര് മാത്രമല്ല, മറിച്ച് മുഴുവൻ പ്രവാചകന്മാരിലും വിശ്വസിക്കുന്നവരും ആ മുഴുവൻ പ്രവാചകന്മാരെയും ആദരിക്കുന്നവരുമാണെന്ന സത്യം ലോകത്തെ പഠിപ്പിക്കുകയായിരുന്നു. പ്രവാചകന്റെ സമുദായം മറ്റുള്ള സമുദായങ്ങളോടൊക്കെ നല്ല ബന്ധത്തിൽ മുന്നോട്ട് പോവേണ്ടതുണ്ട്. പ്രവാചകന്മാരെന്ന് പറയുന്നത് ഏകോദര സഹോദരന്മാരാണ്. സഹോദരങ്ങളെ, ഇതാണ് നൽകപ്പെടുന്ന മസ്ജിദുൽ അഖ്സയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കാൻ പറഞ്ഞതിലൂടെ നൽകപ്പെടുന്ന രണ്ടാമത്തെ സന്ദേശം എന്ന് പറയുന്നത്. പറഞ്ഞതുപോലെ ആദ്യം തന്നെ അല്ലാഹു തആലക്ക് കഅബാലയത്തെ അങ്ങ് ഖിബലയാക്കാമായിരുന്നു. പക്ഷെ മുൻകഴിഞ്ഞ പ്രവാചകന്മാരുടെ ചരിത്രത്തോടെ ഇസ്ലാമിക സമൂഹം കൂടുതൽ ചേർന്ന് നിൽക്കണം. ആ പ്രവാചകന്മാരുടെ അനുയായികളെന്ന് അവകാശപ്പെടുന്നവരിൽ ദൈവിക സന്ദേശം ഒരുപാട് ചോർന്നു പോയിട്ടുണ്ടത്. അത് മൂസ അലൈഹിസ്സലാമയുടെ അനുയായികളാണെങ്കിലും ഈസാ പ്രവാചകൻ അലൈഹിസ്സലാമയുടെ അനുയായികളാണെങ്കിലും ദൈവിക സന്ദേശങ്ങൾ ധാരാളമായിട്ട് ചോർന്നു പോയിട്ടുണ്ട്. എങ്കിലും ഈ സമൂഹങ്ങൾക്ക് ശരിയായ ദൈവസരണി പരിചയപ്പെടുത്തുക എന്ന ആത്യന്തിക ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് സമുദായങ്ങൾക്കിടയിൽ സഹവർത്തിത്വം വളർത്തിയെടുക്കുകയും അതിലൂടെ സംസ്കാരങ്ങൾക്കിടയിൽ പാലം പണിയുകയും ചെയ്യേണ്ടതുണ്ട്. വിവിധ സമുദായങ്ങൾക്കിടയിൽ സഹവർത്തിത്വം ഉണ്ടാവണം. വിവിധ സംസ്കാരങ്ങൾക്കിടയിൽ പാലങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട്. മൂന്നാമത്തെ ലക്ഷ്യമായിട്ട് ആധുനികമായ ഭാഷയിൽ തന്നെ നമ്മൾ പറയുമ്പോൾ മസ്ജിദുൽ അഖ്സയെ ആദ്യം ഖിബലയാക്കി നിശ്ചയിച്ചതിന്റെ മൂന്നാമത്തെ ലക്ഷ്യം അതിന്റെ സമകാലികമായ ഭാഷയിൽ നമ്മൾ പറയുമ്പോൾ ബിൽഡിംഗ് കമ്മ്യൂണിറ്റീസ് ആൻഡ് ബ്രിഡ്ജിംഗ് കൾച്ചേഴ്സ് എന്നുള്ളതാണ്. സമൂഹങ്ങളെ നിർമ്മിക്കുക, സംസ്കാരങ്ങൾക്കിടയിൽ പാലം പണിയുക എന്നുള്ളതാണ്. ഏകശിലാത്മകമായിട്ടുള്ള ഒരു സംസ്കാരത്തെയല്ല യഥാർത്ഥത്തിൽ ലോകത്തിനാവശ്യം. വൈവിധ്യങ്ങൾ ലോകത്ത് നിലനിൽക്കേണ്ടതുണ്ട്. വിവിധ സംസ്കാരങ്ങൾക്കിടയിൽ എക്കാലത്തും ബ്രിഡ്ജിംഗ് സാധ്യമാവേണ്ടതുണ്ട്, പാലങ്ങൾ സാധ്യമാവേണ്ടതുണ്ട്.
അത് തന്നെയായിരുന്നു മസ്ജിദുൽ അഖ്സ ആദ്യമായി ഖിബലയാക്കി നിശ്ചയിച്ചതിലെ മൂന്നാമത്തെ യുക്തി എന്ന് പറയുന്നത്. ആദർശത്തിൽ വിട്ടുവീഴ്ചയില്ലാതെ വിവിധ മതവിഭാഗങ്ങൾ പരസ്പരം ആദരിച്ചുകൊണ്ടും സഹകരിച്ചുകൊണ്ടും മുന്നോട്ടു പോവേണ്ടതുണ്ട്. ആ ആദരവിന്റെയും സഹകരണത്തിന്റെയും ഭാഗമായി എക്കാലത്തെയും വിശ്വാസികൾ മാറേണ്ടതുണ്ട് എന്നതായിരുന്നു മസ്ജിദുൽ അഖ്സയെ ഖിബലയാക്കി നിശ്ചയിച്ചതിലെ മൂന്നാമത്തെ പാഠമെന്ന് പറയുന്നത്. നാലാമത് പറയുന്ന കാര്യവും ശ്രദ്ധിക്കണം. എല്ലാത്തരം ഉന്മാദ ദേശീയതകൾക്കും ഇസ്ലാം എതിരാണ്. ദേശസ്നേഹം വിശ്വാസത്തിന്റെ ഭാഗമാണ്. പക്ഷേ വംശീയവും ദേശീയവുമായി ഒരു തരത്തിലുള്ള ഉന്മാദവും തീവ്ര ചിന്താഗതിയും വിശ്വാസിയെ ഒരു കാലത്തും ബാധിക്കാൻ പാടില്ല എന്നുള്ളതാണ്. മക്കയോടുള്ള സ്നേഹത്തോടൊപ്പം ഷാമിനോട് വിദ്വേഷം കൈകൊള്ളുന്നവരായി വിശ്വാസികൾ മാറാൻ പാടില്ല. ആ ഒരർത്ഥത്തിലുള്ള വിദ്വേഷമെന്നോ ഒരർത്ഥത്തിലുള്ള വംശീയതയും വിശ്വാസിയെ പിടികൂടാൻ പാടില്ല. കാരണം ആത്യന്തികമായ അവരുടെ വിധേയത്വം എന്ന് പറയുന്നത് അള്ളാഹുവിനോടാണ്. അള്ളാഹുവിനോടാണ് അവരുടെ ആത്യന്തികമായ വിധേയത്വം. അള്ളാഹുവിനോടാകണം അവരുടെ ആത്യന്തികമായ വിധേയത്വം. അതാണ് അള്ളാഹു പറയുന്നത്, വമാ ജഅൽനൽ ഖിബ്ലത്തല്ലതീ കുൻത അലൈഹാ ഇല്ലാ ലിനഅലമ മൻ യത്തബിഉർ റസൂല മിമ്മൻ യൻഖലിബു അലാ അഖിബൈഹി. എന്തിനാണ് നേരത്തെ ഒരു ഖിബലയെ നിശ്ചയിച്ചത്? ആ ഖിബല പിന്നീട് എന്തിനാണ് മാറ്റിയത്? ഇല്ലാ ലിനഅലമ മൻ യത്തബിഉർ റസൂല മിമ്മൻ യൻഖലിബു അലാ അഖിബൈഹി. ആരാണ് പ്രവാചകനെ ശരിക്കും പിൻപറ്റുന്നവർ, ആരാണ് പിന്തിരിഞ്ഞു പോകുന്നവർ എന്ന് വളരെ കൃത്യമായിട്ട് വേർതിരിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടി തന്നെയാണ്. ആളുകളുടെ മുമ്പിൽ ഖബീസും ത്വയ്യിബും വേർതിരിക്കുന്നതിന് വേണ്ടി തന്നെയാണ്. കപടവിശ്വാസികളെ യഥാർത്ഥ വിശ്വാസികളിൽ നിന്ന് വേർതിരിക്കാനുള്ള പ്രക്രിയ കൂടിയായിരുന്നു ഖിബല മാറ്റം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു വേർതിരിക്കൽ അവിടെ നടന്നിട്ടുണ്ട്. ഖിബല മാറ്റം സംഭവിച്ചതോടുകൂടി ചില ആളുകൾ ചോദിക്കാൻ തുടങ്ങി, ഇന്നനാസം മിമ്മൻ അസ്ലമു റജഉ ഫഖാലു. മുസ്ലിങ്ങളായി മാറിയ ചില ആളുകൾ, പിൽക്കാലത്ത് മുസ്ലിങ്ങളായി മാറിയ ചില ആളുകൾ ഇസ്ലാമിൽ നിന്ന് മടങ്ങുകയും അവർ ചോദിക്കുകയും ചെയ്തു, മാ യദ്രി മുഹമ്മദ് ഐന യതവജ്ജഹ്. എങ്ങോട്ടാണ് തിരിയേണ്ടതെന്ന് ഈ മുഹമ്മദിന് അറിഞ്ഞുകൂടെ? ഇന്ന അംറഹു ലമുൽതരിബുൻ. അവന്റെ കാര്യം കഷ്ടമാണ്. മറത്തൻ ഹാഹുന വമറത്തൻ ഹാഹുന. കുറെ ഇങ്ങോട്ട് തിരിയണമെന്ന് പറയും, കുറെ ഇങ്ങോട്ട് തിരിയണമെന്ന് പറയും. ഇങ്ങനെ ഒരു സ്ഥിരതയില്ലാത്ത വർത്തമാനമാണ് മുഹമ്മദിന്റെ വർത്തമാനം. എന്നിട്ട് അവർ ചോദിച്ചു, പറഞ്ഞു, ഇൻകാനത്തിൽ ഖിബ്ലത്തുൽ ഊലാ ഹഖ്ഉൻ ഇൻകാനത്തിൽ ഖിബ്ലത്തുൽ ഊലാ ഹഖ്ഉൻ ഫഖദ് തറക്കൽ ഹഖ്ഖ ഇലൽ ബാത്തിൽ. ആദ്യത്തെ ഖിബലയായിരുന്നു സത്യമെങ്കിൽ ആ സത്യത്തിൽ നിന്ന് ബാത്തുലിലേക്കല്ലേ, നിഷ്ഫലമായ കാര്യത്തിലേക്കല്ലേ മടങ്ങിയിട്ടുള്ളത്. ഇനി വൈൻകാനത്തിൽ ഖിബലത്തുൽ ഊലാ ഗൈറുൽ ഹഖ്ഖി ഫഖദ് മഖത ഹാദിഹിൽ മുദ്ദഅൽ ബാത്തിൽ. ഇനി അസത്യത്തിന്മേലിലായിരുന്നു ഇക്കാലമത്രയും കഴിഞ്ഞുകൂടിയിരുന്നത് എന്നാണോ മുഹമ്മദ് പറയുന്നത്? ആദ്യത്തെ ഖിബല സത്യത്തിലല്ലായിരുന്നുവെങ്കിൽ, അത് ഹഖല്ലായിരുന്നുവെങ്കിൽ ഇക്കാലം അത്രയും സത്യത്തിലല്ലായിരുന്നോ എന്നാണോ മുഹമ്മദ് പറയുന്നത്? എന്തൊരു സ്ഥിരതയില്ലാത്ത വർത്തമാനമാണ് മുഹമ്മദിന്റെ രീതികൾ എന്നൊക്കെ അവരെ ചോദിക്കാൻ തുടങ്ങി, കപടന്മാര് ചോദിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യഥാർത്ഥ അനുയായികളായിരുന്നില്ല അവർ. ഭ്രാന്തമായ വംശീയ ദേശീയ ഉന്മാദങ്ങളുടെ വികാരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അവർ ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. അവർ ഷാമിനെയും പരിസര പ്രദേശങ്ങളെയും നെഞ്ചോട് ചേർത്ത് വെച്ച പലരുമായിരുന്നു. അവരോട് മക്കയിലേക്ക് തിരിയണമെന്ന് പറഞ്ഞപ്പോ അവരുടെ ഹിജാസി വിരുദ്ധത സടകുടഞ്ഞെഴുന്നേറ്റു എന്നുള്ളതാണ്. ഇതാണ് ഉന്മാദ ദേശീയത എന്ന് പറയുന്നത്. അള്ളാഹുവിനോടുള്ള വിധേയത്വമല്ല അവർക്ക് ആത്യന്തികമായിട്ടുള്ളത്, മറിച്ച് ചില ദേശങ്ങളോടും വംശങ്ങളോടുമുള്ള വിധേയത്വം, ഒരു പ്രത്യേക തരത്തിലുള്ള ഉന്മാദം, ദേശസ്നേഹം അത് ഇസ്ലാമിന്റെ ഭാഗമാണ്. അതിലൊരു തർക്കവുമില്ല, അതിലേക്ക് നമുക്ക് വരാം. പക്ഷേ ഉന്മാദ ദേശീയത എന്ന് പറയുന്നത്, ഭ്രാന്തമായ ദേശീയ വികാരങ്ങൾ എന്ന് പറയുന്നത് തീർത്തും അത് ജാഹിലിയത്താണ്, അത് അനിസ്ലാമികമാണ്. അതുകൊണ്ട് തന്നെ അക്കൂട്ടർ നേരത്തെ വിശ്വാസികൾ ബൈത്തുൽ മഖ്ദിസിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കുമ്പോ വല്ലാത്തൊരു ഷാമി ബോധം, അത് കാരണം അവർ ഇസ്ലാമിന്റെ ഭാഗമായി. പിന്നീട് കഅബയിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കാൻ പറഞ്ഞപ്പോ അവരുടെ ഹിജാസി വിരുദ്ധത സടകുടഞ്ഞെഴുന്നേറ്റു എന്നുള്ളതാണ്. അങ്ങനെയാണ് പ്രവാചകനെതിരെ അവർ സംസാരിച്ചത്, അങ്ങനെയാണ് ഇസ്ലാമിനെതിരെ സംസാരിച്ചുകൊണ്ട് ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയത് എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ഇത്തരത്തിലുള്ള ഉന്മാദ ദേശീയത അത് അത്യന്തം അപകടമാണ് എന്ന് പഠിപ്പിക്കുകയാണ് ഇസ്ലാം ഖിബല മാറ്റത്തിലൂടെ.
ആ ഉന്മാദ ദേശീയതയുടെ അപകടമാണ് ഇന്ന് ലോകം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഇന്ന് ലോകം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, രാജ്യത്ത് സംഘപരിവാർ ഫാസിസം ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ഉന്മാദ ദേശീയതയാണ്. നമുക്കറിയാം, ഹിറ്റ്ലറും മുസോളിനിയും അവര് ജർമ്മനിയിലും ഇറ്റലിയിലും നടപ്പിലാക്കിയതും ഈ ഉന്മാദ ദേശീയതയായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. നെതന്യാഹു ഇസ്രയേലിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതും ഈ ഉന്മാദ ദേശീയതയും ഈ തീവ്ര വംശീയതയുമാണ്. അത് വിശ്വാസികളെ ഒരു ഘട്ടത്തിലും പിടികൂടാൻ പാടില്ല എന്നുള്ളതാണ്. ഈ ഉന്മാദ ദേശീയത വിശ്വാസികളെ പിടികൂടരുത്, മറിച്ച് അള്ളാഹുവിനോടുള്ള വിധേയത്വവും അതോടൊപ്പമുള്ള ദേശസ്നേഹവുമായിരിക്കണം വിശ്വാസികളെ എന്നും നയിക്കേണ്ടത്. ആ ദേശസ്നേഹം അവരവരുടെ രാജ്യത്തോട് വിശ്വാസികൾക്ക് എന്നുമുണ്ട്, എന്നും ഉണ്ടായിട്ടുണ്ട്, എന്നും ഉണ്ടാവുകയും ചെയ്യണം. അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് പ്രവാചകനെ പുറത്താക്കുമ്പോ, പ്രവാചകൻ ഹിജറ പോകുമ്പോ മക്കയെ നോക്കിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിതുമ്പുന്നുണ്ടല്ലോ, കരയുന്നുണ്ടല്ലോ. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ടല്ലോ, വല്ലാഹി ഇന്നക ലഖൈറു അർളില്ലാ, നിശ്ചയം മക്കേ, നീ ഭൂമിയിൽ, അള്ളാഹുവിന്റെ ഭൂമിയിൽ ഏറ്റവും നല്ല ഭൂമിയാണെന്ന് ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നു. എനിക്കേറെ ഇഷ്ടമുള്ള മണ്ണാണ് നിന്റെ മണ്ണെന്ന് പറയുന്നത്. അള്ളാഹുവിലേക്ക്, അള്ളാഹുവിന്റെ ഭൂമികളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലവുമാണ്. ലൗലാ അന്നീ ഉഖ്രിജത് മിൻകി മാ ഖറജ്തു, നിന്നിൽ നിന്ന് എന്നെ ആട്ടിപ്പുറത്താക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ പുറത്തു പോകില്ലായിരുന്നു. മക്കയോടുള്ള പ്രവാചക സ്നേഹമാണ്. ഹുബ്ബുൽ വത്തനി മിനൽ ഈമാൻ. അത് പ്രവാചക വചനമല്ലെങ്കിലും ഇസ്ലാമിക ലോകം എന്നും ആദരവോട് കണ്ടിട്ടുള്ള ഒരു വാക്യമാണ്. രാജ്യസ്നേഹം അത് വിശ്വാസത്തിൽപ്പെട്ടതാണ്. രാജ്യസ്നേഹം അത് വിശ്വാസത്തിൽപ്പെട്ടതാണ്. അള്ളാഹുവിനോടുള്ള വിധേയത്വവും അവരവരുടെ രാജ്യത്തോടുള്ള സ്നേഹവും, മക്കക്കാർക്ക് മക്കയോടുള്ള സ്നേഹം, വിശ്വാസികൾക്ക് മുഴുവനും മക്കയെ തീർത്ഥാടന ഭൂമി, വിശുദ്ധ ഭൂമി എന്ന അർത്ഥത്തിലുള്ള സ്നേഹം, അതോടൊപ്പം തന്നെ അവരവരുടെ നാടുകളോടുള്ള സ്നേഹവും അതാവശ്യമാണ്, അത് അത്യാവശ്യമാണ്, അത് അനിവാര്യമാണ്. അതോടൊപ്പം തന്നെ ഒരു തരത്തിലുള്ള തീവ്ര വംശീയതയും അതുപോലെ തന്നെ ഉന്മാദ ദേശീയതയും വിശ്വാസികളെ ഒരു നിലക്കും ബാധിക്കാൻ പാടില്ല എന്ന് ചരിത്രത്തിലൂടെ, അതല്ലെങ്കിൽ മസ്ജിദുൽ അഖ്സയെ കുറെ കാലം ഖിബലയാക്കി നിശ്ചയിച്ചതിലൂടെ അല്ലാഹു തആല അറിയിക്കുകയാണ്. വീണ്ടും കഅബയിലേക്ക് തന്നെ തിരിഞ്ഞു നിസ്കരിക്കാൻ പറഞ്ഞു. അങ്ങനെ കഅബയിലേക്ക് തന്നെ തിരിഞ്ഞു നിസ്കരിക്കാൻ പറഞ്ഞതിലും ധാരാളം പാഠങ്ങളുണ്ട്. ഇതുവരെ മസ്ജിദുൽ അഖ്സയെ ആദ്യം ഖിബലയാക്കി നിശ്ചയിച്ചതിലെ പാഠങ്ങളാ പറഞ്ഞത്. ഇനി വീണ്ടും കഅബയിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കാൻ പറഞ്ഞു. അതിലും ധാരാളം പാഠങ്ങളുണ്ട്, അതിലും ധാരാളം യുക്തികൾ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഒന്ന്, അള്ളാഹും റസൂലും ഒരു കാര്യം കൽപ്പിച്ചാൽ മുൻപിൻ നോക്കാതെ അനുസരിക്കുന്നവനാണ് വിശ്വാസി എന്നുള്ളതാണ് അതിലെ ഒന്നാമത്തെ പാഠം എന്ന് പറയുന്നത്. ഖിബല മാറി എന്നുള്ള വളരെ സ്ഥിരപ്പെട്ടിട്ടുള്ള വിവരം വിശ്വാസികൾക്ക് ലഭിച്ചപ്പോ അവർ മാറി ചിന്തിക്കുന്നില്ല. അവർ നിസ്കരിക്കുന്ന അവസ്ഥയിൽ തന്നെ അവർ മാറുകയാണ്. ബിശ്ർ ഇബ്നു മഅ്മൂർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സൽക്കാരത്തിന് പോയതാണ്. അവിടെ വെച്ച് ളുഹർ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഖിബല മാറ്റത്തിന്റെ സന്ദേശവുമായി ജിബ്രീൽ അലൈഹിസ്സലാം ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ ഹറാമിന്റെ ഭാഗത്തേക്ക് തിരിയുക എന്ന ആഹ്വാനവുമായിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം ആഗതമാവുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ളുഹർ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ആ നിസ്കാരത്തിൽ തന്നെ ഉടനെ കഅബയുടെ ഭാഗത്തേക്ക് മുഖം തിരിക്കുകയാണ്. സഹോദരങ്ങളെ, അല്ല കൽപ്പിച്ചാൽ പിന്നീട് മാറി ചിന്തിക്കാനില്ല. ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു പറയാൻ, ഒരു പ്രദേശത്ത് ഈ വാർത്ത വിളംബരം ചെയ്യുമ്പോ ജനങ്ങൾ റുകൂഇലായിരുന്നു. ഉടനെ അവർ അതേ നിലയിൽ കഅബയുടെ ഭാഗത്തേക്ക് തിരിയുകയായിരുന്നു. ബനൂ സലമ ഗോത്രത്തിൽ പ്രസ്തുത വാർത്ത രണ്ടാം ദിവസം സുബ്ഹ് നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് വന്നത്. അവർക്ക് അപ്പോഴാണ് ആ വാർത്ത ലഭിച്ചത്. സുബ്ഹ് രണ്ടാം റക്അത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു, അറിഞ്ഞുകൊള്ളുക ഖിബല കഅബയുടെ ഭാഗത്തേക്ക് മാറ്റിയിരിക്കുന്നു എന്ന ആഹ്വാനം കേട്ട മാത്രയിൽ മുഴുവൻ സംഘവും കഅബയുടെ ഭാഗത്തേക്ക് തിരിയുകയാണ്. റബ്ബിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു കൽപ്പന ഉണ്ടായിരിക്കുന്നു എന്ന സത്യസന്ധമായ വിവരം ലഭിച്ചപ്പോ അമാന്തിച്ചു നിൽക്കാതെ, ആലോചിച്ചു നിൽക്കാതെ അവർ അള്ളാഹുവിന്റെ കൽപ്പന അവരുടെ ജീവിതത്തിൽ നടപ്പിലാക്കുകയായിരുന്നു. അതാണ് വിശ്വാസികൾ, അങ്ങനെയാവണം വിശ്വാസികൾ. അതാണ് മസ്ജിദുൽ അഖ്സയിൽ നിന്ന് കഅബയിലേക്ക് വീണ്ടും ഖിബല മാറ്റിയതിലെ ഒന്നാമത്തെ പാഠമെന്ന് പറയുന്നത്. അള്ളാഹുവിനെ അനുസരിക്കുക, അള്ളാഹുവിൽ നിന്നാണ്, പ്രവാചകനിൽ നിന്നാണ് ഒരു നിർദ്ദേശമെന്ന് സ്ഥിരപ്പെട്ടാൽ അമാന്തിച്ചു നിൽക്കാതെ, സാവകാശമില്ലാതെ ആ നിർദ്ദേശത്തെ ഉൾക്കൊള്ളുന്നവനാവണം വിശ്വാസി. വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറൻ
അയ്യകൂന ലഹുമുൽ ഖൈറത്തു മിൻ അംരിഹിം വമൻ യഅസില്ലാഹ വറസൂലഹു ഫഖദ് ളല്ല ളലാലൻ മുബീന. ഒരു സത്യവിശ്വാസിക്കും വിശ്വാസിനിക്കും അല്ലാഹു ഒരു കാര്യം കൽപ്പിച്ചു കഴിഞ്ഞാൽ ആ കൽപ്പനയ്ക്ക് എതിരായി നിൽക്കാനുള്ള അനുവാദമില്ല. അല്ലാഹുവിനും റസൂലിനും എതിരായിട്ട് ആരെങ്കിലും നിന്നാൽ നിശ്ചയം അവർ വ്യക്തമായ വഴികേടിലാണ്. സത്യവിശ്വാസികളുടെ നിലപാടെന്ന് പറയുന്നത് അല്ലാഹും റസൂലും എന്താണോ കൽപ്പിച്ചത് ആ ഭാഗത്ത് ആലോചിച്ച് നിൽക്കാതെ ആ ഭാഗത്ത് ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ്. അതാണ് ഒന്നാമത്തെ പാഠം. അള്ളയും റസൂലും കൽപ്പിച്ചാൽ പിന്നെ എന്തിനാ നേരത്തെ അങ്ങനെ എന്നൊരാലോചന പോലും ഇല്ലാതെ പൂർണ്ണമായും അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്നവരാവണം വിശ്വാസികൾ എന്നതാണ് ഒന്നാമത്തെ പാഠം. രണ്ടാമത്തെ പാഠം അന്തസ്സും ആത്മാഭിമാനവും ഒരു ജനതയ്ക്ക് മുമ്പിലും അടിയറവ് വെക്കാൻ പാടില്ല. ഇതാണ് കഅബയിലേക്ക് ഖിബല മാറ്റിയതിലെ രണ്ടാമത്തെ പാഠം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. അതായത് എന്തിനാണ് നേരത്തെ മസ്ജിദുൽ അഖ്സ ഖിബലയാക്കി നിശ്ചയിച്ചത്? അതിൽ യുക്തി നമ്മൾ പറഞ്ഞു. മറ്റുള്ള സമുദായങ്ങളോടുള്ള ആ സാഹോദര്യം നിലനിർത്തുന്നതിന് വേണ്ടി, മറ്റുള്ള സമൂഹങ്ങളോടുള്ള ആദരവ് നിലനിർത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് കുറെ കാലം മസ്ജിദുൽ അഖ്സയിലേക്ക് തിരിഞ്ഞു നിസ്കരിച്ചത്. എന്നാൽ ലോകത്ത് സമാധാനവും സൗഹൃദവും ആഗ്രഹിക്കാത്ത ജൂതന്മാർ വിശ്വാസികളുടെ ഈ സമീപനത്തെ വളരെ നിഷേധാത്മകമായിട്ടാണ് കണ്ടത്. അവര് പറഞ്ഞു, ഇന്ന മുഹമ്മദൻ ഇത്തജഹ ഇലാ ഖിബലത്തിനാ വഗദൻ യദ്ഖുലു ഫീ ദീനിനാ. മുഹമ്മദ് ഇപ്പോൾ നമ്മുടെ ഖിബലയിലേക്കാണ് തിരിയുന്നത്, നാളെ മുഹമ്മദ് നമ്മുടെ ദീനിൽ പ്രവേശിക്കും. ഇത് പ്രവാചകന്റെ അതല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ അന്തസ്സിനും ആത്മാഭിമാനത്തിനും എതിരെ ഉയർന്ന ഒരു ചോദ്യമായിരുന്നു, അതല്ലെങ്കിൽ ഒരു വർത്തമാനമായിരുന്നു. മുഹമ്മദ് ഇപ്പോൾ നമ്മുടെ ഖിബലയിലേക്കാണ് തിരിയുന്നത്, നാളെ നമ്മുടെ ദീനിൽ തന്നെ അവൻ പ്രവേശിക്കും എന്നുള്ള വർത്തമാനം ഒരാദരവുമില്ലാതെ അവർ പറഞ്ഞു. ജൂതന്മാര് പറഞ്ഞു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബിമാരെയും ഇത് വളരെയധികം വേദനിപ്പിച്ചു എന്നുള്ളതാണ്. ഈ ഘട്ടത്തിലാണ് മസ്ജിദുൽ ഹറാമിനെ ഖിബലയാക്കി തരാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മനമുരുകി പ്രാർത്ഥിക്കുന്നതും അല്ലാഹു തആല ആ പ്രാർത്ഥന സ്വീകരിക്കുന്നതും. സഹോദരങ്ങളെ, കഅബയിലേക്ക് ഖിബല മാറ്റി തന്നതിലെ രണ്ടാമത്തെ യുക്തി എന്ന് പറയുന്നത് എന്നും അന്തസ്സും ആത്മാഭിമാനവും ഉള്ളവരായി ഇസ്ലാമിക സമൂഹം ജീവിക്കണം. മറ്റുള്ള വിഭാഗങ്ങളുമായി മതവിഭാഗങ്ങളുമായി ആദരവ് വേണം, അവരോട് സൗഹൃദം വേണം, പരസ്പര സ്നേഹം വേണം. പക്ഷേ അന്തസ്സും ആത്മാഭിമാനവും എവിടെയും അടിയറവ് വെക്കാൻ പാടില്ല എന്ന രണ്ടാമത്തെ പാഠമാണ് കഅബയിലേക്ക് ഖിബല മാറ്റിയതിലൂടെ നൽകപ്പെടുന്നത് എന്നുള്ളതാണ്. കഅബയിലേക്ക് ഖിബല മാറ്റിയതിൽ മൂന്നാമത്തെ സുപ്രധാനമായ ഒരു സന്ദേശമുണ്ട്. അതാണ് ഏറ്റവും വലിയ സന്ദേശമായി വിശുദ്ധ ഖുർആനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ലോകത്തിന്റെ നേതൃപദവിയിലേക്ക്, ലോകത്തിന്റെ അധ്യക്ഷ പദവിയിലേക്ക്, ലോകത്തിന് ദിശാബോധം നൽകേണ്ടുന്ന മഹത്തായ ദൗത്യത്തിലേക്ക് ഇസ്ലാമിക സമൂഹം നീങ്ങിയിരിക്കുന്നു എന്ന വലിയ ആശയം. സഹോദരങ്ങളെ, അതാണ് കഅബയിലേക്ക് ഖിബല മാറിയതിലെ മൂന്നാമതായിട്ട് നമുക്ക് ലഭിക്കുന്നത്. ഇത് നമസ്കാരത്തിന്റെ ദിശാമാറ്റം മാത്രമല്ല, കഅബയിലേക്ക് ഖിബല മാറിയതോടുകൂടി ഇസ്രായേല്യരുടെ നേതൃപദവി അവസാനിച്ചിരിക്കുന്നു. ഇനി മുതൽ ലോകത്തെ നയിക്കേണ്ടുന്നവർ, ലോകത്തിന് ദിശാബോധം നൽകേണ്ടുന്നവർ ഈ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അദ്ദേഹത്തിൽ വിശ്വസിച്ചവരുമാണെന്ന വലിയ പാഠമാണ് ഖിബല മാറ്റം ലോകത്തിന് സമ്മാനിക്കുന്നത്. അതാണ് അല്ലാഹു തആല പറയുന്നത്, സയഖൂലു സുഫഹാഉ മാ വല്ലാഹു മൻ ഖിബലതിഹിം അല്ലതി കാനൂ അലൈഹാ. വിഡ്ഢികളായ ആളുകൾ ചോദിക്കും, എന്തിനാണ് അവർ നേരത്തെ ഉണ്ടായിരുന്ന ഖിബലയിൽ നിന്ന് മാറിപ്പോയത് എന്ന്. പ്രവാചകരെ, ഖുല്ലില്ലാഹിൽ മശ്രിഖു വൽ മഗ്രിബ്, അവരോട് നിങ്ങൾ പറയണം അല്ലാഹുവിന്റേത് തന്നെയാണ് കിഴക്കും പടിഞ്ഞാറും. യഹ്ദീ മൻ യശാഉ ഇലാ സിറാത്തി മുസ്തഖീം, അല്ലാഹു ഉദ്ദേശിച്ചവരെ അവൻ ചൊവ്വായ വഴിയിലൂടെ നയിക്കുന്നു. ഈ ഖിബല മാറ്റത്തിലൂടെ ലോകത്തിന് സാക്ഷിയാവേണ്ടുന്ന ദൗത്യം ഇസ്ലാമിക സമൂഹത്തെ അല്ലാഹു ഏൽപ്പിച്ചിരിക്കുകയാണ് എന്നാണ് തുടർന്ന് അല്ലാഹു വിശദീകരിക്കുന്നത്. ഈ ഖിബല മാറ്റത്തിന് കൃത്യമായ ലക്ഷ്യമുണ്ട്. ഈ ഖിബല മാറ്റം കൃത്യമായ സന്ദേശം ലോകത്തിന് നൽകുന്നുണ്ട്. അതായത് ലോകത്തിന്റെ അധ്യക്ഷ പദവിയിലേക്ക്, ലോകത്തിന് നേതൃത്വം നൽകേണ്ടുന്ന, ദിശാബോധം നൽകേണ്ടുന്ന കൃത്യമായ ദൗത്യത്തിലേക്ക് ഇസ്ലാമിക സമൂഹത്തെ ഉയർത്തിയിരിക്കുന്നു. ഇസ്രായേൽ സമൂഹത്തിൽ നിന്ന് ഇസ്ലാമിക സമൂഹത്തിലേക്ക് ആ ദൗത്യം കൈമാറ്റം ചെയ്യപ്പെട്ടിരിക്കുന്നു. അതാണ് തുടർന്ന് അല്ലാഹു പറഞ്ഞത്, വകദാലിക ജഅൽനാകും ഉമ്മത്തൻ വസതൻ ലിതകൂനു ശുഹദാ അലന്നാസി വയകൂന റസൂലു അലൈക്കും ഷഹീദാ.
പ്രവാചകൻ നിങ്ങൾക്ക് സാക്ഷിയായതുപോലെ നിങ്ങൾ ജനങ്ങൾക്ക് സാക്ഷിയാവുക. എങ്ങനെ ഒരു മധ്യമ സമൂഹമായിട്ട് നിലനിന്നുകൊണ്ട് തീവ്രതയുടെയും ജീർണതയുടെയും രണ്ടറ്റങ്ങളിലേക്കും വ്യതിചലിച്ചു പോവാതെ ലോകത്തിന് കൃത്യമായ നേതൃത്വവും ദിശാബോധവും നൽകുന്നവരായി നിങ്ങൾ മാറണം. അതാണ് ഖിബല മാറ്റത്തിന്റെ ആത്യന്തികമായ സുപ്രധാനമായ ലക്ഷ്യമായ ഖുർആനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതാണ് കഅബയിലേക്ക് ഖിബല മാറിയതിന്റെ മൂന്നാമത്തെ ലക്ഷ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇസ്ലാമിക സമൂഹത്തിലേക്ക് നേതൃപദവി കൈമാറ്റം ചെയ്യപ്പെട്ടത് ആ ഖിബല മാറ്റം എന്ന് പറയുന്ന ആ ഒരു മഹത്തായ സംഭവത്തിലൂടെയായിരുന്നു. ആത്മീയമായ നേതൃപദവി മാത്രമല്ല, നമുക്കറിയാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗത്തോടുകൂടി രാഷ്ട്രീയമായ നേതൃപദവി, സാമൂഹികമായ നേതൃപദവി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ലഭിക്കുകയുണ്ടായി. ഖിലാഫത്തുൻ അലാ മിൻഹാജിൻ നബുവ, നബുവത്തിന്റെ മാതൃകയിലുള്ള ഖിലാഫത്ത്. സഹോദരങ്ങളെ, ദീർഘകാലം അത് മുന്നോട്ട് പോയി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലൂടെ, ഖുലഫാഉർ റാഷിദുകളുടെ കാലഘട്ടത്തിലൂടെ, പക്ഷേ ഖിലാഫത്തിന്റെ പതനത്തിലൂടെ, അഥവാ അലി റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്തിന് ശേഷം ആ ഖിലാഫത്തിന്റെ ദൗർഭാഗ്യകരമായിട്ടുള്ള പതനം സംഭവിക്കുകയുണ്ടായി. ഖിലാഫത്തിന്റെ പതനത്തോടുകൂടി ഉമ്മത്തിന്റെ രാഷ്ട്രീയാധിപത്യവും സ്പെയിനിന്റെ തകർച്ചയോടുകൂടി ഇസ്ലാമിക സമൂഹത്തിന്റെ വൈജ്ഞാനികമായ നേതൃത്വവും കുറെ കാലമായിട്ട് നഷ്ടപ്പെട്ടിട്ടുള്ള അവസ്ഥയിലാണ്. വർത്തമാനകാലവും അതങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ആ നേതൃത്വം ജൂത നസ്വാറാക്കളുടെ കൈകളിലേക്ക് വീണ്ടും കൈമാറ്റം ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. പക്ഷെ അതിന്റെ ആത്മീയമായിട്ടുള്ള കൈമാറ്റം ചെയ്യപ്പെടൽ യഥാർത്ഥത്തിൽ ഇസ്ലാമിക സമൂഹത്തിലേക്ക് ഖിബല മാറ്റത്തിലൂടെ തന്നെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി ഇസ്ലാമിക സമൂഹത്തിന്റെ ദൗത്യം എന്ന് പറയുന്നത് ആ നേതൃപദവിയിലേക്ക്, ആ സാമൂഹികമായ ദിശാബോധം നൽകുക, ലോകത്തിന് ദിശാബോധം നൽകുക എന്ന ചരിത്രപരമായ ദൗത്യത്തിലേക്ക് അവരേറെ അടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതാരും താലത്തിൽ വെച്ച് തരില്ല. തീർച്ചയായിട്ടും കൃത്യമായിട്ടുള്ള പരിശ്രമങ്ങൾ അതിനാവശ്യമാണ്. ഒന്നാമത്തെ പരിശ്രമം വൈജ്ഞാനികമായ മേഖലയിലാണ്. രണ്ട് കാര്യങ്ങളാണ് നിർവഹിക്കേണ്ടത്. രണ്ട് മേഖലയിലാണ് ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം പരിശ്രമിക്കാനുള്ളത്. ഒന്നാമത്തെ പരിശ്രമം, ലോകത്തിന്റെ ജേതാക്കളും നായകന്മാരുമായി മാറണമെങ്കിൽ വൈജ്ഞാനികമായ പരിശ്രമം ആവശ്യമാണ്. ആ വൈജ്ഞാനികമായ പരിശ്രമം നടത്താൻ ആഹ്വാനം ചെയ്തുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ, നമുക്കറിയാം റമളാനിൽ അവതീർണമായ ഖുർആനിൽ ആദ്യത്തെ വചനമായിട്ട് വരുന്നത് എന്താണ്? ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക, അള്ളാഹുവിന്റെ നാമത്തിൽ വായിക്കുക. വൈജ്ഞാനികമായ പരിശ്രമം നടത്തുക എന്നുള്ളതാണ്. വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹ, എല്ലാ വിജ്ഞാനങ്ങളും പഠിക്കുക. ആദമിനെ അല്ലാഹു തആല എല്ലാ നാമങ്ങളും പഠിപ്പിച്ചു എന്നുള്ളതാണ്. അൽ ഹിക്മത്തു ദാല്ലത്തുൽ മുഅ്മിൻ, വിജ്ഞാനം എന്ന് പറയുന്നത് വിശ്വാസിക്ക് എവിടെയോ നഷ്ടപ്പെട്ടു പോയ ധനമാണ്. ആ അറിവിനെ തിരിച്ചുപിടിക്കാൻ, ആ വൈജ്ഞാനിക സ്പെയിനിനെ തിരിച്ചുപിടിക്കാൻ ഇസ്ലാമിക സമൂഹത്തിന് സാധ്യമാവേണ്ടതുണ്ട്. ധാരാളം നോളജ് സെന്ററുകളും അതുപോലെ തന്നെ സർവകലാശാലകളും ഇസ്ലാമിക ഉമ്മത്തിന്റെ തന്നെ മേൽനോട്ടത്തിലും നിരീക്ഷണത്തിലും ധാരാളമായിട്ട് പടുത്തുയർത്തിക്കൊണ്ട് ഗവേഷണത്തിന്റെയും ശാസ്ത്രവിജ്ഞാനങ്ങളുടേതുമായ വലിയ വിസ്ഫോടനങ്ങൾ സൃഷ്ടിക്കുവാൻ, ആധുനിക സ്പെയിനുകളെ നിർമ്മിക്കുവാൻ ഇസ്ലാമിക സമൂഹത്തിന് സാധ്യമാവുക എന്നുള്ളതാണ്. രണ്ടാമത് വേണ്ടത് ആത്മീയമായ വളർച്ചയാണ്. ആത്മീയമായ വളർച്ചയില്ലാതെ ഇതൊന്നും ലക്ഷ്യത്തിലെത്തില്ല എന്നുള്ളതാണ്. അൻതുമുൽ അഅലൗന ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ യഥാർത്ഥ സത്യവിശ്വാസികളാണെങ്കിൽ നിങ്ങൾ തന്നെയാണ് അത്യുന്നതർ. വഅദല്ലാഹു അല്ലദീന ആമനൂ മിൻകും വഅമിലുസ് സ്വാലിഹാത്തി ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർള്, നിശ്ചയം അല്ലാഹു തആല സത്യവിശ്വാസികളെയും സുഹൃതവാന്മാരെയും ഭൂമിയിൽ അധികാരികളാക്കുമെന്ന് വാഗ്ദാനം നൽകിയിരിക്കുന്നു എന്ന് പറയുകയാണ്. സഹോദരങ്ങളെ, ഇസ്ലാമിക സമൂഹത്തിന് ലോകത്തിന് ദിശാബോധം നൽകുന്ന അവസ്ഥയിലേക്ക് വളരാൻ സാധ്യമാവണമെങ്കിൽ ഈമാനും അമലുസ് സ്വാലിഹാത്തും ആവശ്യമാണ്. എന്ന് പറഞ്ഞാൽ ആത്മീയമായ വളർച്ച ആവശ്യമാണ്. സഹോദരങ്ങളെ, ആ ആത്മീയമായ നമ്മുടെ വളർച്ചയ്ക്ക് വേഗത നൽകാൻ പറ്റുന്ന മാസത്തിലൂടെയാണ് ഇനി വരാൻ പോകുന്നതും. അതിന് ഏറ്റവും വേഗത നൽകാൻ കഴിയുന്ന മാസമാണ് ഷഅബാൻ മാസവും ഇനി വരാൻ പോകുന്ന റമളാൻ മാസവും
സഹോദരങ്ങളെ, ഷഅബാനിലെ മധ്യത്തിലെ 10, ആ മധ്യത്തിലെ 10-ലെ 15-ാമത്തെ രാവെന്ന് പറയുന്നത് അതിനൊരു പ്രത്യേക പേര് വിളിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ആ രാവിന് മഹത്വമുണ്ടെന്ന് നമുക്ക് സ്വഹീഹായ ഹദീസുകളിൽ തന്നെ കാണാൻ സാധിക്കുന്നതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ ലയത്ലിയു ഫീ ലൈലത്തിൻ നിസ്ഫി മിൻ ശഅബാൻ, നിശ്ചയം അല്ലാഹു തആല ലയത്ലിയു ഫീ ലൈലത്തിൻ നിസ്ഫി മിൻ ശഅബാൻ, ശഅബാനിലെ 15-ാമത്തെ രാവിൽ തന്റെ അടിമകളിലേക്ക് എത്തി നോക്കുന്നുണ്ട്. ഫയഗ്ഫിറു ലിജമീഇ ഖൽഖിഹി ഇല്ലാ ലിമുശ്രിക്കിൻ ഔ മുശാഹിൻ, അല്ലാഹു തആല തന്റെ സൃഷ്ടികൾക്കെല്ലാം ആ രാവിൽ പുറത്തു കൊടുക്കുന്നുണ്ട്. ആർക്കൊഴികെ? ഇല്ലാലി മുശ്രിക്കിൻ ഔ മുശാഹിൻ, ശിർക്ക് ചെയ്യുന്ന ആൾക്കൊഴികെ, അതല്ലെങ്കിൽ പരസ്പര വിദ്വേഷം കൈകൊള്ളുന്നയാൾക്കൊഴികെ. പരസ്പര വിദ്വേഷം കൈകൊള്ളുകയോ ശിർക്ക് ചെയ്യുകയോ ചെയ്യുന്ന ആളുകൾക്കൊഴികെ എല്ലാ ദാസന്മാർക്കും എല്ലാ സൃഷ്ടികൾക്കും ആ രാവിലെ അല്ലാഹു തആല പുറത്തു കൊടുക്കുന്നുണ്ട്. സഹോദരങ്ങളെ, ഇപ്പോൾ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നതും വരാൻ പോകുന്നതുമെല്ലാം സുഹൃതങ്ങൾക്ക് ഏറെ മഹത്വമുള്ള ദിനരാത്രങ്ങളാണ്. ഷഅബാനിന്റെയും റമളാനിന്റെയും ദിനരാത്രങ്ങളാണ്. നമ്മുടെ ആത്മീയമായ വളർച്ചയ്ക്ക്, നമ്മുടെ ഈമാനികമായ തഖ്വാപരമായ ഉന്നതിക്ക് നാം ഏറെ പരിശ്രമിക്കേണ്ടുന്ന ദിനരാത്രങ്ങളായിട്ട് ഈ ദിനരാത്രങ്ങളെ നാം പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട്. രണ്ടാമത്, ഇസ്ലാമിക സമൂഹത്തിന് നിർവഹിക്കാനുള്ള പരിശ്രമം ആത്മീയ മേഖലയിൽ ഔന്നിത്യത്തിലെത്തുക എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് വലുതും ചെറുതുമായ പാപങ്ങളിൽ നിന്നെല്ലാം അകന്നുകൊണ്ട് ആത്മീയ ധന്യമായ ജീവിതം നയിക്കാൻ ശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി, ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അയ്യുഹന്നാസ് ഉസീകും വഇയ്യായ സാനിയം ബിതഖ്വല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ട് അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങളോടും ഉപദേശിക്കുകയാണ്. രണ്ടാമതും എല്ലാവരോടുമായി തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു തആല നമുക്ക് എല്ലാവർക്കും തഖ്വയും ഈമാനുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാന്യരായ സഹോദരങ്ങളെ, ഒരു കാര്യം പ്രത്യേകമായിട്ട് സൂചിപ്പിക്കേണ്ടതുണ്ട്. നമ്മുടെ പള്ളിയുടെ വികസന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നാം റമളാനിലേക്ക് ഏറെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ മുന്നോടിയായി നമ്മുടെ വികസന പ്രവർത്തനങ്ങളുടെ ഒരു ഘട്ടം പൂർത്തീകരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സാമ്പത്തികമായ വലിയ പ്രതിസന്ധി നമ്മൾ അഭിമുഖീകരിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ ഒരുപാട് തവണ പറഞ്ഞതാണ് സംഭാവനകൾ ആളുകൾ അർപ്പിക്കുക എന്നുള്ള ആവശ്യം. ധാരാളം ആളുകൾ സംഭാവനകൾ അർപ്പിച്ചിട്ടുമുണ്ട്. പക്ഷേ നമ്മുടെ ചെലവെന്ന് പറയുന്നത്, അതല്ലെങ്കിൽ നമുക്ക് ലഭിച്ചത് എന്ന് പറയുന്നത് അതിനാവശ്യമായ, അതല്ലെങ്കിൽ നമ്മുടെ വികസനം പൂർത്തീകരിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു സംഖ്യയോളം എത്തിയിട്ടില്ല. ചെറിയൊരു സംഖ്യ മാത്രമേ. നമ്മുടെ വികസന പൂർത്തീകരണ ലക്ഷ്യം മുൻനിർത്തി പറയുമ്പോൾ ചെറിയൊരു സംഖ്യ മാത്രമേ നമുക്ക് ലഭിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ട് കാര്യമായി തന്നെ ആളുകളുടെ ഭാഗത്തു നിന്നുള്ള ഉദാരമായ ഒരു സമീപനം ഈ വിഷയത്തിൽ ഉണ്ടാവണമെന്ന് പ്രത്യേകമായിട്ട് ഉണർത്തുകയാണ്. നേരത്തെ നൽകിയ ആളുകളെ തന്നെ സാധിക്കുമെങ്കിൽ വീണ്ടും നൽകിക്കൊണ്ടും, ഇതുവരെയും ഈ വിഷയത്തിൽ പങ്കാളിത്തം വഹിക്കാത്ത ആളുകൾ ഉണ്ടെങ്കിൽ
നമ്മുടെ എല്ലാവരുടെയും പ്രാതിനിധ്യവും പങ്കാളിത്തവും ഉറപ്പുവരുത്തുകയും ചെയ്യാൻ നമുക്ക് സാധ്യമാവേണ്ടതുണ്ട്. അല്ലാഹു തആല എന്തെല്ലാം സതുദ്ദേശങ്ങളെ, നല്ല ലക്ഷ്യങ്ങളെ മുൻനിർത്തിക്കൊണ്ടാണോ നാം ഈ വികസന പ്രവർത്തനത്തിന് വേണ്ടി നമ്മുടെ സംഭാവന അർപ്പിച്ചിട്ടുള്ളത്, അല്ലാഹു തആല ലക്ഷ്യത്തെ അതിന്റെ പൂർണ്ണതയിൽ തന്നെ സാക്ഷാത്കരിച്ചു തരുമാറാവട്ടെ. അല്ലാഹു തആല അതിന്റെ പ്രതിഫലം നമുക്കും നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, അയൽവാസികൾ എല്ലാവർക്കും അല്ലാഹു തആല എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. അല്ലാഹു തആല നമ്മുടെ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. അല്ലാഹു തആല നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, അയൽവാസികൾ എല്ലാവർക്കും അല്ലാഹു തആല മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അവരുടെയും നമ്മുടെയും ബർസഖി ജീവിതം അല്ലാഹു വിശാലമാക്കി തരുമാറാവട്ടെ. അല്ലാഹു അവരുടെയും നമ്മുടെയും ഖബർ കണ്ണെത്താ ദൂരത്തോളം വിശാലമാക്കി തരുമാറാവട്ടെ, വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. രോഗികളായ ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു തആല അവരുടെ രോഗം പൂർണ്ണമായും ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ. പൂർണ്ണമായ ശമനം അല്ലാഹു തആല അവർക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമുക്കും നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്കും അല്ലാഹുവിന്റെ അർശിന്റെ രാജസിംഹാസനത്തിന്റെ നിഴൽ നൽകിക്കൊണ്ട് പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കുമാറാവട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കരങ്ങളിൽ നിന്ന് ഹൗലുൽ കൗസറിന്റെ മഹത്തായ പാനീയം വാങ്ങിച്ചു കുടിക്കുന്നവരിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ശഫാഅത്തുൽ ഉലമായുടെ ഭാഗമാവുന്നവരിലും വലത് കൈ ഗ്രന്ഥം നേടിയെടുക്കുന്നവരിലും സിറാത്തിലൂടെ മിന്നൽ വേഗത്തിൽ പ്രയാണം ചെയ്യുന്നവരിലും ഫിർദൗസിൽ പ്രവാചകന്മാരോടൊപ്പം സുദ്ദീഖുകളോടൊപ്പം ശുഹദാക്കളോടൊപ്പം സ്വാലിഹീങ്ങളോടൊപ്പം ശാശ്വതമായി സംഗമിക്കുന്നവരിലും റബ്ബ് തആല നമ്മെ എല്ലാവരെയും, നമ്മോട് ബന്ധപ്പെട്ടവരെയും നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരെയും പ്രത്യേകം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പടച്ചതമ്പുരാനെ, അല്ലാഹുവേ, ഞങ്ങളുടെ ഭാര്യാ സന്താനങ്ങളിൽ കൺകുളിർമ പ്രദാനം ചെയ്യണമേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെ നീ സജ്ജനങ്ങളാക്കി സ്വാലിഹീങ്ങളും സ്വാലിഹാത്തുകളുമാക്കി മാറ്റണമേ തമ്പുരാനെ. അല്ലാഹുവേ, ഭാര്യാ ഭർത്താക്കന്മാർക്കിടയിൽ, ഇണകൾക്കിടയിൽ പരസ്പര സ്നേഹം ശക്തിപ്പെടുത്തണമേ റബ്ബേ. അല്ലാഹുവേ, ദൗർഭാഗ്യകരമായ തൊലാഖ് ഫസ്ഖുകളിൽ നിന്ന് എല്ലാ കുടുംബങ്ങളെയും നീ രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കണമേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കൾക്ക് അവർ എഴുതുന്ന പരീക്ഷകളിലെല്ലാം ഉന്നത വിജയവും അതുപോലെ തന്നെ ഉയർന്ന ജീവിത സാഹചര്യങ്ങളും നൽകി അവരെ നീ പ്രത്യേകം അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മുതിർന്ന പൗരന്മാർ, ഞങ്ങളുടെ മാതാപിതാക്കൾ, അവർക്ക് ആരോഗ്യത്തോടു കൂടെയുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കണമേ റബ്ബേ. അല്ലാഹുവേ, എല്ലാവിധ ശാരീരിക പ്രയാസങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും അവശതകളിൽ നിന്നും അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കളെ, ഞങ്ങളുടെ മുതിർന്ന പൗരന്മാരെ നീ പ്രത്യേകം രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കണമേ റബ്ബേ. അല്ലാഹുവേ, അപകട മരണങ്ങളിൽ നിന്നും, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും, മാരകമായ രോഗങ്ങളിൽ നിന്നും, മറ്റെല്ലാ ദുരിതങ്ങളിൽ നിന്നും, പ്രയാസങ്ങളിൽ നിന്നും, പരീക്ഷണങ്ങളിൽ നിന്നും ഞങ്ങളെ എല്ലാവരെയും രക്ഷപ്പെടുത്തണമേ റബ്ബേ. അല്ലാഹുവേ, സാമ്പത്തിക ബാധ്യതകളിൽ നിന്ന്, കടങ്ങളിൽ നിന്ന് ഞങ്ങളുടെ എല്ലാവരുടെയും പെരടികളെ നീ മോചിപ്പിക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ, ഫലസ്തീൻ മക്കളെ നീ സഹായിക്കണമേ റബ്ബേ. അല്ലാഹുവേ, ഖുദ്സിന് സമ്പൂർണ്ണമായ മോചനം പ്രദാനം ചെയ്യണമേ റബ്ബേ. അല്ലാഹുവേ, ഖുദ്സിലെ സ്ത്രീകൾ, കുഞ്ഞുങ്ങൾ, അബലകളായ ദുർബലരായ അവിടുത്തെ കുഞ്ഞുമക്കൾ, പടച്ച തമ്പുരാനെ, അവരെ നീ രക്ഷപ്പെടുത്തണമേ റബ്ബേ. എല്ലാ അർത്ഥത്തിലും രക്ഷകനായി നീ മാറണമേ തമ്പുരാനെ. അല്ലാഹ്, ഞങ്ങളുടെ എല്ലാവരുടെയും സതുദ്ദേശങ്ങളെ നീ സഫലീകരിച്ച് തരണമേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ മസ്ജിദിന്റെ നിർമ്മാണം പടച്ച തമ്പുരാനെ, നിന്റെ മാർഗത്തിൽ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഓരോ പരിശ്രമങ്ങളും നീ വിജയിപ്പിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, വികസനം പെട്ടെന്ന് തന്നെ പൂർത്തീകരിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകി നീ പ്രത്യേകമായി അനുഗ്രഹിക്കണമേ റബ്ബേ. അല്ലാഹുമ്മ റദ്ദ അൻ അബീ ബക്കർ വഉമർ വഉസ്മാൻ വഅലി വഅൻ ബഖിയത്തി സ്വഹാബത്തി വസ്വഹാബിയത്തി കുല്ലിഹിം അജ്മഈൻ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. اللهم لا تعذبنا بالنار ولا تجعلنا من حطب النار انها بئس الدار وبئس المثوى وبئس القرار. اللهم لا تجعل في قلوبنا غلا للذين امنوا ربنا انك انت رؤوف رحيم. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. وصلى الله على سيدنا محمد وعلى اله وصحبه اجمعين والحمد لله رب العالمين.